എല്ലാവർക്കും ജീവി ലുക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള വീട് പണി ചെയ്യുന്ന എല്ലാവർക്കും പ്രയോജനപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റെയർ കേസ് എങ്ങനെ നിർമ്മിക്കണമെന്ന്. നമുക്ക് പല രീതിയിൽ സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. ചിലവ് കുറച്ചുണ്ടാക്കാം, ചിലവ് കൂടുതലാക്കി ഉണ്ടാക്കാം. അതുപോലെ പണ്ട് മുതലേ ശീലിച്ചു പോരുന്ന കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ടാക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചിലവ് കുറച്ചിട്ട് എങ്ങനെ സ്റ്റെയർ കേസ് ഉണ്ടാക്കാം എന്നാണ്. ഈ സ്റ്റെയർ കേസ് തന്നെ നമുക്ക് ചിലവ് കൂട്ടിയിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ചിലവ് കുറഞ്ഞൊരു വീടാണ് കയറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ചിലവ് കുറയ്ക്കാൻ പറ്റുമോ എന്നാൽ നല്ല സാധനമായിരിക്കണം, അത്യാവശ്യം കാലം ഈട് നിൽക്കുന്ന സാധനമായിരിക്കണം. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ സ്റ്റെയർ കേസ് ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലിൻഡൽ പൊക്കൊക്കെ എത്തുമ്പോഴാണ് എല്ലാ വീട്ടിലും സ്റ്റെയർ കേസ് ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റെയർ കേസ് ഒക്കെ ആ ഒരു ടൈമിലാണ് പണിക്കാരുണ്ടാക്കുന്നത്. അങ്ങനെ ലിൻഡൽ സമയത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പിന്റെ അളവ് നോക്കിയിട്ട് എത്ര സ്റ്റെപ്പ് വരും എന്ന അളവ് നോക്കിയിട്ട് ലാൻഡിങ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുക. വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എല്ലാ വീട്ടിലും, മിക്ക വീട്ടിലും സ്റ്റെയറിന്റെ ചോട്ടിലായിട്ട് ഒരു ബാത്റൂം ഉണ്ടായിരിക്കും. അതിനൊന്നുകൂടി സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലാൻഡിങ് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് GI പൈപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ ലാൻഡിങ് നമ്മൾ GI പൈപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല KG ഉള്ള പൈപ്പ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അഡീഷണൽ ആയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ടൈലൊട്ടിക്കേണ്ടി വരും. ഇനി ടൈലില്ലെങ്കിൽ പ്ലൈവുഡ് മരം തന്നെ വെക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് കേട്ടുക, ചെലവ് കുറയ്ക്കുന്ന രീതി ആട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ലിൻഡൽ വാർപ്പിന്റെ സമയത്ത് എത്ര സ്റ്റെപ്പാണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് ലാൻഡിങ് ഉണ്ടാക്കുക. ഇനി വേറെ ഒന്നുണ്ട്, ഇനി GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ലാൻഡിങ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ലാൻഡിങ്ങിന്റെ മുകളിലും താഴെ നമ്മൾ കവർ ചെയ്യേണ്ടി വരും. ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിൽ പോലും മുകളിലും താഴെ നമ്മൾ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് അത്യാവശ്യം വില ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ആണ് ഒന്നുകൂടി നല്ലത്. അപ്പൊ നിങ്ങൾ കോൺക്രീറ്റ് കൊണ്ട് ആദ്യം തന്നെ ലാൻഡിങ് ഉണ്ടാക്കുക. ഇനി ഞാൻ ഈ സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള GI പൈപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സ്റ്റെയർ കേസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 4x4 സ്ക്വയർ പൈപ്പാണ്. ഇത് നമ്മൾ കടയിൽ പോയിട്ട് ഒരു ലെങ്ത്ത് മേടിക്കരുത്. നമുക്ക് എത്രയാണ് ആവശ്യം അത്രയും നമുക്ക് അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് ആവശ്യം നമ്മുടെ തറയിൽ നിന്ന് ലാൻഡിങ്ങിലേക്കും പിന്നെ ലാൻഡിങ്ങിൽ നിന്ന് മുകളിലോട്ടും നമ്മൾ വാർപ്പിലോട്ടും വരുന്ന രീതിയിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് എത്രയാണ് ആവശ്യം അതിൻ്റെ ആട്ടിൽ കുറച്ച് കൂടുതലായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടുള്ളത് 3/4 പൈപ്പാണ്. ഇതും കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിനൊന്നും അധികം വിലയില്ല. പിന്നെ നമ്മൾ സ്റ്റെപ്പുകൾക്കിടയിൽ ഒരു കുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 4/4 പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് 4/4 പൈപ്പ് എടുത്തതെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് 2x2 പൈപ്പും അതുപോലെ നമ്മുടെ ഹാൻഡ് റെയിലിൻ്റെ അവിടെ കള്ളി ആയിട്ടാണ് പൈപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് 1x1 പൈപ്പുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഇതെല്ലാം കൂടെ 7000 രൂപയുടെ പൈപ്പ് വന്നിട്ടുണ്ട്. ഞാനിത് കൂലിക്കാണ് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ദിവസം വേണ്ടി വന്നു സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കാൻ. ആദ്യത്തെ ദിവസം ഇവര് ഈ 4x4 പൈപ്പ് എല്ലാം റെഡിയാക്കി. ഇപ്പൊ ലാൻഡിങ്ങിലേക്കും അതേമാതിരി, അതുപോലെ തന്നെ ലാൻഡിങ്ങിൽ നിന്ന് വാർപ്പിലോട്ടും ഇവരിത് ടവർ ബോൾട്ട് എല്ലാം അടിച്ച് നല്ല ടൈറ്റ് ആക്കി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള സമയം ഇവര് എത്ര സ്റ്റെപ്പാണോ വേണ്ടത് അതിന്റെ എല്ലാം അളവെടുത്തിട്ട് ഇവര് ബാക്കിയുള്ള സമയം സ്റ്റെപ്പ് എല്ലാം വെൽഡിങ് അടിച്ചു വെച്ചു. നമ്മുടെ പൈപ്പിൽ 4x4 പൈപ്പിൽ സ്റ്റെപ്പ് പിടിപ്പിച്ചിട്ടില്ല, അത് പിറ്റേ ദിവസത്തേക്കാണ് അവർ മാറ്റി വെച്ചത്. നമ്മളെ സ്റ്റെപ്പ് എല്ലാം ഗ്രൈൻഡ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് അന്നത്തെ ദിവസം വെച്ചു. പിറ്റേ ദിവസം ഇവര് സ്റ്റെപ്പ് എല്ലാം കയറ്റി ഏകദേശം എല്ലാ ഫുൾ വെൽഡിങ്ങും കഴിഞ്ഞ് 2 ദിവസമാണ് സ്ട്രക്ചർ നിർമ്മിക്കാൻ എനിക്ക് വന്നത്. അപ്പോൾ ഒരു ദിവസം 2 ആള് വെച്ചിട്ട് 2 ദിവസം 2 പേര് വന്നു. അങ്ങനെ എനിക്കൊരു 4500 രൂപ കൂലി, അതുപോലെ ഒരു 500 രൂപ നമ്മളെ വെൽഡിങ് സെറ്റിന്റെ വാടക അങ്ങനെ ഒക്കെ ആയിട്ട് പോയി. അപ്പൊ എനിക്കൊരു 5000 രൂപയാണ് വന്നിട്ടുള്ളത് സ്ട്രക്ചർ നിർമ്മിക്കാൻ. അപ്പൊ എനിക്ക് ആകെ വന്നിട്ടുള്ളത് ഒരു 12500 രൂപ അല്ലെങ്കിൽ 12000 രൂപ അത്രേ വന്നിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 4x4 പൈപ്പ് എന്തിനാണ് എടുത്തതെന്ന് കാണിച്ചു തരാം. നമ്മൾ സ്റ്റെപ്പുകൾക്ക് തമ്മിൽ ഇടയിൽ ഒരു ജോയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് 4x4 പൈപ്പ് എടുത്തത്. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് നോക്ക്.
നമ്മുടെ സ്റ്റെപ്പിന്റെ മെയിൻ പൈപ്പ് 4x4 പൈപ്പ് നമ്മൾ സ്റ്റെയറിന്റെ നേരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമ്മുടെ സ്റ്റെപ്പിന്റെ മുകളിൽ വുഡും കൂടി വരുന്ന സമയത്ത് ഈ 4x4 കുത്ത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. അതിന്റെ അടിയിലൂടെ പോയിട്ടുള്ള 4x4 പൈപ്പ് നമ്മൾ സ്റ്റെയറിന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ 4x4 പൈപ്പ് കുത്തായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചത്. ചെലവ് കുറഞ്ഞുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വുഡിന് പകരം ചെക്ക്ഡ് പ്ലൈവുഡ് ആണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലൈവുഡും കടയിൽ ചെന്നപ്പോൾ 2 തരത്തിലാണ് പ്ലൈവുഡ് ഉള്ളത്, 2 അളവില്, ഒന്ന് 8x4, ഒന്ന് 8x5. അപ്പൊ നമുക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രെയിം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബ് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഇതിന്റെ അളവ് എടുത്തത്. അപ്പോൾ 1 മീറ്റർ നീളവും 1 അടി വീതിയും അങ്ങനെയാണ് നമ്മളെ സ്റ്റെപ്പിന്റെ അളവ്. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്ലൈവുഡ് നോക്കാൻ നമ്മൾ കടയിലോട്ട് പോയത്. നമ്മൾ ഉണ്ടാക്കിയ സ്റ്റെപ്പിനനുസരിച്ച് 8 പീസ് കിട്ടണം. പക്ഷെ നമുക്ക് കുറച്ച് തള്ള അധികം ഇടേണ്ടത് കൊണ്ട് ഒരു പ്ലൈവുഡിന്റെ ഷീറ്റിൽ നിന്ന് നമുക്ക് 6 പീസേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 15 സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 പ്ലൈവുഡ് എടുക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തള്ള എത്രയാണോ സ്റ്റെപ്പിന് ഇടേണ്ടത് അത് കുറച്ചിട്ട് വേണം ഫ്രെയിം ഉണ്ടാക്കാൻ. നമുക്കന്ന് അതാരും പറഞ്ഞു തരാനില്ലാത്തത് കൊണ്ട് നമുക്ക് പ്ലൈവുഡിന്റെ അളവ് അറിയില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു പാളിച്ച് പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്ലൈവുഡ് ഷീറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു മൊത്തം സ്റ്റെയർ ഉണ്ടാക്കാം. നമ്മുടെ ഇവിടെ 8x4 ഒരു പ്ലൈവുഡ് ഷീറ്റിന് വരുന്നത് 3200 രൂപയാണ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പിന് വരുന്നത് 6400, പിന്നെ നമ്മൾ എന്തെങ്കിലും പെയിന്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൈസയും വരുള്ളൂ. അപ്പൊ ടോട്ടലായിട്ട് നമുക്കൊരു സ്റ്റെയറിന് ചെലവ് കുറഞ്ഞുള്ള ഒരു സ്റ്റെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18 രൂപയിൽ അല്ലെങ്കിൽ ഒരു 20 രൂപേൻ്റെ ഉള്ളിൽ എല്ലാതും നമുക്ക് തീരും. ഇനി നിങ്ങൾക്ക് ഈ മെറ്റൽ സ്റ്റെയർ ചിലവ് കൂട്ടിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പിന് കമ്പി ഉപയോഗിച്ചു, അതിന് പകരം മെറ്റൽ പ്ലേറ്റ് ഉണ്ട് 10 mm, അത് ഉപയോഗിക്കാം. അതുപോലെ ഹാൻഡ് റെയിലിന് പകരം ഗ്ലാസ് ഹാൻഡ് റെയിൽ ഉണ്ട്, അത് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ പ്ലൈവുഡാണ് ഉപയോഗിച്ചത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല തേക്കിന്റെ വുഡ് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 20ൽ തീർത്ത പണി ഇതുപോലെ ചെയ്താൽ 1 ലക്ഷത്തിന്റെ അടുത്താവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ ചെലവ് കൂട്ടുകയും ചെയ്യാം, ചെലവ് കുറയ്ക്കുകയും ചെയ്യാം. എൻ്റെ ഈ വീട് ഒരു നില വീടാണ്. അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ സ്റ്റെയർ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഞാൻ അത്യാവശ്യം നല്ല പൈസ മുടക്കി സ്റ്റെയർ ഉണ്ടാക്കിയാലും ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ടെറസിന്റെ മുകളിൽ വല്ല തുണി തോരയിടാൻ പോകാനോ മല്ലി മുളകെല്ലാം ഉണക്കാനിടാനും അങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങളെ വരുന്നുള്ളൂ. അല്ല ഞാൻ 2 നില വീടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്റ്റെയർ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒറ്റ നിലയാണ് എല്ലാവരും ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെയറിനൊന്നും വല്ലാണ്ട് പൈസ കളയാതെ നമ്മുടെ ആവശ്യം നടക്കണം, എന്നാൽ നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടാവണം, എന്നാൽ ചെലവ് കുറവാവണം, അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എംബ്രിക് കൊണ്ടുള്ള വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇടും. അപ്പൊ അത് നിങ്ങൾക്ക് വേഗം ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം. പിന്നെ ഏതെങ്കിലും ഒരു വീട് പണിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ആയി ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും നന്ദി.